എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഒരു ലോങ് ട്രിപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട് കാണാതെ പുറത്ത് നാട് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളിലായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് TTRനോടൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഞങ്ങൾ 8 പേരാണുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലില്ലാത്തവരും കൂടെ ഉണ്ട് കേട്ടോ ഇത്തവണ. ഗ്രൂപ്പിലില്ലാത്ത ഒരു ടീച്ചറുണ്ട്, പിന്നെ കൂടാതെ എൻ്റെ മകനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരാണ് കേട്ടോ. ഇതാണ് ടീച്ചർ ഷിജി. അവൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളല്ല, അവൾ വർക്കിംഗ് ആണ്. ഞങ്ങളൊക്കെ ബാക്കിയൊക്കെ എല്ലാവരും റിട്ടയർഡാണ്. അതുപോലെ എൻ്റെ മോനും. അപ്പോൾ 2 ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ദൂരയാത്രയായതുകൊണ്ട് 2 ചെറുപ്പക്കാരും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ യാത്രയിൽ നല്ല രസമായിരുന്നു. വത്സല ഞങ്ങളുടെ കണക്കപ്പിള്ള അവിടെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ എക്സ്പെൻസും എഴുതി വെക്കണമല്ലോ, എല്ലാവരെയും കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ. അപ്പോൾ വത്സല കണക്ക് ഏറ്റെടുത്തതിന് ശേഷം എനിക്കൊരു സമാധാനമുണ്ട്. അവൾ കണക്ക് കറക്റ്റായിട്ട് അവൾ നോക്കിക്കോളും. പിന്നെ യാത്രയുടെ പ്ലാനിങ്ങും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി എനിക്ക്. അതുപോലെ രജനി ടീച്ചറുണ്ട്. അവർ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ വകയാണ്. ഇപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ് സാധാരണ ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത് കേട്ടോ. 2 അപ്പാർട്ട്മെൻറ്റ്സാണ്. ഇപ്പോൾ താമസമൊക്കെ ഏർപ്പാട് ചെയ്തത് വത്സല ടീച്ചറായിരുന്നു. അവരുടെ ഒരു ബന്ധു തിരുവനന്തപുരത്തുണ്ട്. അവർ വഴി നമ്മളൊരു 2 BHK അപ്പാർട്ട്മെൻറ്റ്സ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് റൂം കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്, ഷെൽഫുണ്ട്, എല്ലാം അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമുള്ള റൂമാണ്. ഇങ്ങനെയുള്ള 2 റൂംസ് ഉണ്ട്. പിന്നെ ഹാളുണ്ട്, കിച്ചണുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ടോയ്ലറ്റൊക്കെ വളരെ ക്ലീനായിട്ടുള്ള ടോയ്ലറ്റാണ്. ഇത് പുതിയ ഒരു ബിൽഡിങ്ങാണ്. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്ടർ ഹീറ്റർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂമിലൊക്കെ വളരെ ക്ലീനായിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ ദൂരയാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുന്നത് വളരെ എഫോർഡബിൾ ആയിരിക്കും തോന്നുന്നു. ഇതാണ് നമ്മുടെ ഹാളിൽ TV ഉണ്ട്, സോഫ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ വീട്ടിലെങ്ങനെ താമസിക്കുന്നു അതുപോലെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് അടുത്ത ബെഡ്റൂം കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഞങ്ങൾ ഈ ബെഡ്റൂമിലായിരുന്നു. ഇത് മറ്റൊരു ബെഡ്റൂം, അടുത്ത ബെഡ്റൂം. അവിടെ 2 ടീച്ചേഴ്സ് അവിടെയായിരുന്നു താമസിച്ചത്. ഷെൽഫുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കൊരു ഡൈനിങ് റൂമുണ്ട്, ഹാള് കണ്ടില്ലേ. പ്ലേറ്റ്സും ഒക്കെ ഉണ്ട്, ഗ്ലാസ്, പ്ലേറ്റ്, കപ്പ്, അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യമുള്ളത് സാധനങ്ങൾ. പിന്നെ ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. പിന്നെ ഒരു കിച്ചൺ, ഒരു കുഞ്ഞ് കിച്ചണുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവനുണ്ട്, സ്റ്റൗ ഉണ്ട്, നമുക്ക് ചായ തിളപ്പിക്കാനുള്ള കെറ്റിലുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ റൂമിൽ നിന്ന്. ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാളാണ്. രാവിലെ ഞങ്ങൾ ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്, ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ. അങ്ങനെ 2-3 ദിവസം അങ്ങനെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. ആദ്യത്തെ ദിവസം നമ്മൾ ചെന്ന ദിവസം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. പിന്നെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ്, ഇത് മാത്രമേ അന്നത്തെ ഒരു അജണ്ടയിലുള്ളായിരുന്നു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ സമയത്ത് നമുക്ക് ഈ ഗേറ്റിനപ്പുറത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈലിൽ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ജോയ ലുക്കാസ് ജ്വല്ലറി കണ്ടു, അവിടെ വലിയൊരു ഷോറൂമാണ്. അപ്പോൾ അതിന് മുന്നിൽ ഞങ്ങളെ വിട്ടിട്ട് ടാക്സി ഡ്രൈവർ പോയി, പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ മൊബൈലിലാണ് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. മൊബൈലിൽ ഫോട്ടോസ് എടുക്കാം, ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ എൻട്രൻസിൽ തന്നെ പഞ്ചപാണ്ഡവരുടെ ഫിഗേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ക്യാമറകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ, മൊബൈലും ഒക്കെ, വിളിച്ചാൽ ഡ്രൈവറൊക്കെ വിളിക്കണമല്ലോ. അപ്പോൾ വണ്ടിയിൽ മൊബൈൽ വെച്ച് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മൊബൈലെടുത്തു. അങ്ങനെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത് അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ പോയി അവിടെ നിന്ന് തൊഴുതു.
ഞങ്ങൾ ചെന്ന സമയമൊക്കെ വളരെ കറക്റ്റായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു രസം അല്ലേ? പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര രസമാണല്ലോ. നമ്മളെല്ലാം ഇമോഷണലായിട്ട് എടുക്കുന്ന ആൾക്കാരാണല്ലോ സ്ത്രീകൾ. അപ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതിങ്ങനെ വെറുതെ കണ്ടിരിക്കുക, നമുക്കൊരു രസമാണത് സ്ത്രീകൾക്ക്. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ ഈ ഒരു ഫിഗേഴ്സ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അർജുനൻ, പിന്നെ എന്താ പറയുക, യുധിഷ്ഠിരൻ, ഭീമൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നകുലൻ, സഹദേവൻ വരെ ഉണ്ട്. എല്ലാവരുടെയും ആ സൈസൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സന്ധ്യ ആവാറായി, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉള്ളിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്യാമറയൊന്നും അകത്തേക്ക് കടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മൊബൈലും ഒന്നും അലൗഡല്ല. അതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. ഉള്ളിലത്തെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ലല്ലോ, നിലവറകളും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പത്മനാഭനെ തൊഴുതു. ഞങ്ങൾ തൊഴുതിറങ്ങിയതോടെ നട അടയ്ക്കുകയും ചെയ്തു കേട്ടോ. വളരെ കൃത്യമായിരുന്നു ഞങ്ങൾ പോയ സമയമൊക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോത്തീസിൽ കയറി ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി. കുറേ പേര് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പോത്തീസ് ഞങ്ങളെ നിരാശപ്പെടുത്തി. കാരണം ഒക്കെ പഴയ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെരുന്നാൾ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. കുറേ പഴയ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോൾ പലരും പലതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഓരോന്നൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെന്ന ദിവസം 29-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് ട്രെയിനിന്. ആദ്യം ബുക്കിംഗൊന്നും കൺഫേംഡ് ആയിരുന്നില്ല കേട്ടോ. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. പിന്നെ അതെല്ലാം കൺഫേംഡായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൗണുകളിലൊക്കെ നിങ്ങൾ തിരുവനന്തപുരം അതുപോലെയുള്ള സിറ്റീസിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുകയായിരിക്കും. ഗ്രൂപ്പായിട്ട് പോകുന്നത് നമുക്ക് ഒരുപാട് ലാഭകരമാണ്. ഞങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. 3 രാത്രിയും 2 പകലും ഫുള്ള് ഞങ്ങളുണ്ടായിരുന്നു. 2.5 പകൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സമയത്തിന് ഞങ്ങൾക്ക് ഒരാൾക്ക് 1800 ചില്ലാനും രൂപയെ വന്നിട്ടുള്ളൂ ഒരാൾക്ക്. കാരണം ഫ്ലാറ്റാണല്ലോ. അപ്പോൾ 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ് നമ്മളെടുത്തത്. അപ്പോൾ 8 പേർ ഒരു ബെഡ്റൂമിൽ 2 ആൾ വെച്ചിട്ട് 4 ബെഡ്റൂംസ് അങ്ങനെ. അപ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ബെഡ് കോഫി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും നമുക്ക് ഡാൻസ് കളിക്കാനും എന്താ പറയുക, രാത്രി ലേറ്റ് നൈറ്റ് ഇരുന്ന് എല്ലാവർക്കും കൂടിയിരുന്ന് ചർച്ചകൾ നടത്താനും വർത്തമാനം പറയാനും ഒക്കെ പറ്റി. നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ട്രിപ്പ് ഭയങ്കര ആസ്വാദ്യകരമായിരിക്കും. നമ്മൾ ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് എന്തും ചെയ്യാമല്ലോ അല്ലേ. അതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.